എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാം 2025 ഇന്നലെ നടന്ന എക്സാം മലയാളം, അറബി, ഉറുദു, സംസ്കൃതമാണ്. അപ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് പേർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈസി ആയിരുന്നോ, എങ്ങനെയുണ്ട്, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾക്കൊരു പ്രഡിക്ഷൻ കാണും. അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയങ്ങളുണ്ട്. 40-ൽ 36 മാർക്ക് കിട്ടിയാൽ A+ ആകുമോ, 12 മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ എന്നൊക്കെ ഉള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിക്കലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കും. SLC പബ്ലിക് എക്സാം 2025 ഇന്നലെ നടന്ന എക്സാം മലയാളം, അറബി, ഉറുദു, സംസ്കൃതം എക്സാം ആയിരുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. 40-ൽ 36 കിട്ടിയാൽ A+ ആകുമോ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. അതുപോലെ തന്നെ 12 മാർക്ക് കിട്ടിയാൽ പാസ്സാകുമോ, അതായത് 40 മാർക്കിൻ്റെ എക്സാമിൽ 12 കിട്ടിയാൽ, ഈ 4 എക്സാമും മലയാളം, അറബി, ഉറുദു, സംസ്കൃതം എന്നുള്ള എക്സാം 40 മാർക്കിൻ്റെ എക്സാമാണ്, അതിൽ 12 കിട്ടിയാൽ പാസ്സാകുമോ എന്നുള്ളതും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ നമുക്ക് തന്നെ നോക്കാം. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 30 കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും, ഷുവറുള്ള കാര്യം തന്നെയാണ്. 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 40 മാർക്കിൻ്റെ എക്സാമിൽ 36 വേണം നിങ്ങളെ എന്ത് ചെയ്യാൻ, പാസ്സാകാൻ. പാസ്സാകാനല്ല, എൻ്റെ പൊന്നു വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിക്കല്ലേ, മാറിപ്പോയി. 40 മാർക്കിൻ്റെ എക്സാമിൽ 36 വേണം A+ ലഭിക്കാൻ. 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 36 അതിന് മേലേക്കോ, 36 തൊട്ട് 40 വരെ ഇടയ്ക്കുള്ള 4 സംഖ്യകളിൽ ഏത് സംഖ്യ നിങ്ങൾക്ക് കിട്ടിയാലും A+ ആണ്. 36 അതിന് മേലേക്കോ കിട്ടിയാൽ A+ ആണ്. ചുരുക്കി പറഞ്ഞാൽ 36-ന് മേലേക്ക് ലഭിച്ചാലാണ് നിങ്ങൾക്ക് A+ ലഭിക്കുക. അതുപോലെ തന്നെ എന്താണ്, 12 മാർക്ക് കിട്ടിയാൽ, 40-ൽ 12 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമോ, പാസ്സാകുമോ? 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 12 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകുന്നതാണ്. 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകുന്നതാണ്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 12 മാർക്ക് ലഭിക്കുന്ന പക്ഷം നിങ്ങൾ പാസ്സാകുന്നതായിരിക്കും. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ജസ്റ്റ് പാസിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കാതെ. ഞാനിപ്പം എപ്പോഴും പല വീഡിയോകൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളോട് പറയുന്നൊരു കാര്യമാണ്, എടാ നിങ്ങളൊരു ഇപ്പം നമ്മൾ ജസ്റ്റ് പാസ്സുണ്ട്, ഇപ്പം എനിക്ക് കൃത്യം 24 കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് പാസ്സാകാനിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്തായാലും, ഞാൻ എത്രയാണ് 2022 പാസ് ഔട്ടാണ്. ഞാൻ 2022 എന്ന് പറയുമ്പം 22-ൽ എക്സാം എഴുതാണ്. 22 മാർച്ചിൽ, ഇതേ മാസം തന്നെയാണ്, 2022 മാർച്ച് മാസമാണ് എൻ്റെ എക്സാം നടക്കുന്നത്. ആ ടൈമിൽ ഞാൻ എക്സാം എഴുതിയപ്പം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് പാസ് മതിയെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൃത്യം 24 ഒരു മാർക്ക് എനിക്ക് കൂടുകയില്ല, ഒരു മാർക്ക് കുറയുകയില്ല എന്നൊരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, എടാ നിങ്ങളൊരു കൃത്യം 24-ന് വേണ്ടി പഠിക്കാതെ 1 മാർക്കോ 2 മാർക്കോ താഴെ പോയാൽ നിങ്ങൾ തോക്കും. കൃത്യം 12 കിട്ടിയാൽ പാസ്സാകും എന്നുള്ളത്. 80 മാർക്കിൻ്റെ എക്സാമിലാണ് 24, അപ്പം കൃത്യം എനിക്ക് 12 കിട്ടിയാൽ മതി. എടാ ഈ 12-ൽ 1 മാർക്ക് താഴെ പോയി എന്ത് സംഭവിക്കും, നീ തോക്കും. 12-ൽ 1 മാർക്ക് താഴെ പോയാൽ 11 നീ തോക്കും. അപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞ വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല, ഉള്ളതുപോലെ തന്നെ തുറന്ന് പറയുക. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 12 കിട്ടിയാൽ ജസ്റ്റ് പാസ് ആകും. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഗ്രേഡ് നിലവാരമൊക്കെ കൂടെയല്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് +2 എന്ന് പറയുകയാണെങ്കിൽ 69% മാർക്കാണുള്ളത്. 69% മാർക്കാണ്. ഞാൻ കുറച്ചൊക്കെ ഉഴപ്പുകയൊക്കെ ചെയ്യും. ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പകുതി മുക്കാലും ഉഴപ്പുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് +2 ഒക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, അപ്പോൾ ഇപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും, എന്താണ്, എനിക്ക് അന്ന് ഞാൻ കുറച്ചും കൂടെ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മാർക്കുണ്ട്. എനിക്ക് A+ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പറയാൻ ഒരു നാണക്കേടോ മടിയൊന്നുമില്ല. എനിക്ക് 10 വിഷയങ്ങളിൽ A+ ആയിരുന്നു ഉണ്ടായിരുന്നത്. IT എന്ന വിഷയത്തിനായിരുന്നു എനിക്ക് A+. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്ക് A+ ആയിരുന്നു ഉണ്ടായത്. എനിക്ക് വേണമെന്ന് വെച്ചാൽ ഒരു 3 A+ ആക്കായിരുന്നു. 2 മലയാളം ഇല്ലേടാ, മലയാളത്തിനൊക്കെ സുഖമായിട്ട് A+ കിട്ടിയല്ലേ. നമ്മുടെ മാതൃഭാഷയല്ലേ, മദർ ലാംഗ്വേജ് അല്ലേ.
അങ്ങനെ വരുമ്പോൾ മലയാളത്തിന് സുഖമായിട്ട് എ പ്ലസ് കിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പം തോന്നുന്നൊരു കാര്യമുണ്ട്, ഞാൻ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കേരള പാഠാവലിക്കും അടിസ്ഥാന പാഠാവലിക്കും കൂടെ എ പ്ലസ് കിട്ടിയേനെ, എനിക്ക് 3 എ പ്ലസ് കിട്ടിയെന്ന്. ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം, ഇനിയുള്ളത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും, അന്ന് ഞാൻ കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ SLC കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടില്ലായിരുന്നോ, കുറച്ചും കൂടെ നല്ലൊരു ഗ്രേഡ് എനിക്ക് കിട്ടില്ലായിരുന്നോ എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് IT മാത്രമായിരുന്നു എ പ്ലസ്. അപ്പോൾ എനിക്കിപ്പോഴും തോന്നാറുണ്ട്, മറ്റ് വിഷയങ്ങളൊന്നും ഞാൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്നില്ല. 2 മലയാളത്തിന്, ITക്കും 2 മലയാളത്തിനും ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എ പ്ലസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ്, ബയോളജി, മാത്തമാറ്റിക്സ് പോലുള്ള വിഷയങ്ങൾ, ഹിന്ദി, ഫിസിക്സ് പോലുള്ള വിഷയങ്ങളിൽ എനിക്ക് അത്യാവശ്യം ടഫുള്ള വിഷയങ്ങളൊക്കെയാണ്. എ പ്ലസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ജസ്റ്റ് പാസ്സായത് തന്നെ ഭാഗ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാസ്സായി പോയത് തന്നെ ഭാഗ്യം. അതെൻ്റെ എൻ്റെ ഭാഗ്യവും എൻ്റെ പ്രാർത്ഥന, എൻ്റെ ദൈവാനുഗ്രഹവും കൊണ്ടൊക്കെ. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് ITക്ക് മാത്രമേ എ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒന്നും കൂടെ ഞാൻ മെനക്കെട്ടിരുന്നെങ്കിൽ, ഒന്നും കൂടെ ഞാൻ കുറച്ചും കൂടെ കഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യായിരുന്നു, 2 മലയാളം, കേരള പാഠാവലിയുണ്ട്, അടിസ്ഥാന പാഠാവലിയുണ്ട്, അതിനും കൂടി എനിക്ക് എന്ത് ചെയ്യായിരുന്നു, എ പ്ലസ് കിട്ടായിരുന്നു. എനിക്ക് മലയാളത്തിന് എ ഉണ്ട്, എനിക്ക് കേരള പാഠാവലിക്ക് എ ഉണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ, എനിക്കെത്ര 2-3 മാർക്കിനാണ് എ പ്ലസ് നഷ്ടത്, എനിക്ക് മലയാളത്തിന് എ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ആഞ്ഞ് ആ പരീക്ഷ സമയത്ത് ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെയും കൂടി നോക്കിയിട്ട് പോയെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ ആ ബുക്ക് എടുത്ത് വായിച്ചിരുന്നെങ്കിൽ എനിക്കതും കൂടി എ പ്ലസ് ആയി പോട്ടി. അപ്പം അങ്ങനെ വരുമ്പം എന്ത് ചെയ്യുക, ഇപ്പം ഒരു പരീക്ഷ കഴിഞ്ഞു, എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഒരുപാട് ഫുൾ എ പ്ലസ് ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. നിങ്ങളുടെ സ്വപ്നം നടക്കട്ടെ, നിങ്ങളുടെ സ്വപ്നമൊക്കെ നടക്കട്ടെ. 40-ൽ 36 മേലേക്ക് കിട്ടിയാൽ, 40-ൽ 36 മേലേക്ക് കിട്ടി. ഞാൻ ഇപ്പോഴും പറഞ്ഞു, 40 മാർക്കിൻ്റെ റിട്ടൺ എക്സാമിൽ 36 മേലേക്ക് കിട്ടണം. 40 മാർക്കിൻ്റെ മലയാളം, അറബി, ഉറുദു, സംസ്കൃതം പരീക്ഷകളിൽ 36 അതിന് മേലേക്കോ ലഭിച്ചാൽ എ പ്ലസ് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോകുന്നതിന് മുമ്പ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ പുതിയൊരുമേ കാണാം. മൈ നെയിം ഈസ് കറിയ, the founder of Career for the Career Academy. Thanks for watching. Bye.